നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ മറ്റൊരു ഉദ്ഘാടന ദിവസമാണിന്ന്. അതേടോ, ഇന്ന് ഉദ്ഘാടനം ഉണ്ട്. ഇന്നലത്തെ പോലെ രാത്രി 11 മണിക്ക് ഇന്ന് കാനഡയിൽ ഉദ്ഘാടനമുണ്ട്. കാനഡയും അതുപോലെ ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയും തമ്മിലാണ് അതിനുശേഷമുള്ള മത്സരം. രാത്രി ഇന്ത്യൻ സമയം 12:30. ആര് ജയിക്കുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. മത്സരം കാനഡയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 3 ഹോസ്റ്റുമാരുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ മെക്സിക്കോയിൽ ഉദ്ഘാടനം, ഇന്നിപ്പോൾ അതേ സമയത്ത് കാനഡയിൽ ഉദ്ഘാടനം. 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാനഡ കോഹോസ്റ്റുമാർ എന്ന രൂപത്തിലാണ് ഈ ഒരു വേൾഡ് കപ്പിനുള്ള യോഗ്യത നേടിയിട്ടുള്ളത്. ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന ആവട്ടെ ഇറ്റലിയെ മറികടന്നിട്ടാണ് വരുന്നത്. പ്ലേ ഓഫിൽ, യൂറോപ്യൻ മേഖലയിൽ പ്ലേ ഓഫിൽ ഇറ്റലിയെ മറികടന്നിട്ടാണ് അവർ വരുന്നത്. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പ് അവർ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടെങ്കിലും 1986-ലും 2022-ലും കളിച്ചിട്ടുണ്ടെങ്കിലും അവരിതുവരെ ആദ്യ വിജയം സ്വന്തമാക്കിയിട്ടില്ല. അതിന്ന് സംഭവിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 2024 കോപ്പ അമേരിക്കയിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അത് 4ാം സ്ഥാനത്താണെന്ന് കാനഡ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും അവിടെ നിന്ന് ഈ വേൾഡ് കപ്പിൽ ഒരു മികവ് കാണിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കാനഡയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ അത്ര പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നോക്കുക, 3 ഡ്രോകളാണ് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 3 ഡ്രോകളാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, ടുണീഷ്യ, ഐസ്ലൻഡ് ടീമുകളോട്, ഉസ്ബെക്കിസ്ഥാനോട് മാത്രമാണ് അവർ വിജയിച്ചത്. അതേസമയം ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന ആവട്ടെ, നമുക്കറിയാമല്ലോ, ഗ്രൂപ്പ് ബിയിലേക്ക് അവർ എത്തിപ്പെട്ടത് ഇറ്റലിയെ പരാജയപ്പെടുത്തിയിട്ടാണ്. അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു ആ പരാജയപ്പെടുത്തൽ. പക്ഷേ അതിനുശേഷം ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന കളിച്ച മത്സരങ്ങൾ 2ഉം സമനിലയായിരുന്നു. എന്ന് പറഞ്ഞാൽ നോർത്ത് മാസിഡോണിയക്കെതിരെ ഗോൾ ചെയ്യുന്ന സമനില, പനാമക്കെതിരെ 1-1 സമനില. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമാണ്. അപ്പോൾ ആ ടീമിനെ വേണമെങ്കിൽ കാനഡയ്ക്ക് പരാജയപ്പെടുത്താവുന്നതേ ഉള്ളൂ എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം തീർച്ചയായിട്ടും 2 ടീമും വിജയിക്കാൻ വേണ്ടി പോരാടുമ്പോൾ ഒരു ലോ സ്കോറിംഗ് മത്സരം നടന്നേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുവെ വരുന്നുണ്ട്. ഇനി ഈ 2 ടീമുകളുടെ ലൈനപ്പിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാനഡയെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് അവരുടെ ലൈനപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് താരങ്ങൾ സെൻക്ലെയർ, ജോൺസ്റ്റന്, അതുപോലെ കോർണലിയസ്, ഡി ഫുഗുഡോലസ്, ലറിയ, അതുപോലെ ബുഖാനൻ, എസ്റ്റാക്കിയോ, കോനെ, അഹമ്മദ്, ലാഡിൻ തുടങ്ങിയവർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്താവട്ടെ എരിൻ സെക്കോ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. പിന്നെ ഡെമിറോവിച്ച് ഉണ്ട്. പിന്നെ അവർക്ക് ഡിഫൻസിലാണെങ്കിൽ കൊളാസിനാക്ക് ഉണ്ട്, ഡെഡിച്ച് ഉണ്ട്, അതുപോലെ മൊഹറമോവിച്ച് ഉണ്ട്. അങ്ങനെ മോശമല്ലാത്ത ഒരു സ്ക്വാഡും കൊണ്ടാണ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയും വരുന്നത്. ചുരുക്കത്തിൽ 2 ടീമും ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന ഒരു കളിയാണ്. എന്തും സംഭവിക്കാം. കാത്തിരിക്കാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുന്ന കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന മാച്ചിന് വേണ്ടി. വീഡിയോസ് അനുക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.